ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്. ഇവിടെ കണ്ണാടി വെക്കാനൊന്നും കാണാൻ പറ്റത്തില്ല. ഞാനൊരു ടാക്സി എടുത്തു. ഞാൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോവാണിപ്പോൾ. फेमस हो जाएगा करके मैंने सुना है, तो मैं वो जो मेडिसिन लेके आया वो खाया है कल, और मेरे बहुत पानी पीते रहो, बस आज के दिन रेस्ट करो, पानी पीते रहो, कुछ नहीं होगा आपको, ठीक रहेगा. आप अकेला आए हैं? मैं अकेला आया. ഡൽഹി കണ്ട പോലെയല്ല, ഇവിടെ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യരാണ്. പുള്ളിയാണ് എന്നെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. പുള്ളിയുടെ നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. റെസിഡൻസിയിലോട്ട് പോകുന്ന റൂട്ട്. ഇവിടെ തണുപ്പല്ല, ഇവിടെ നല്ല ചൂടുണ്ട്, പക്ഷേ തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. വല്ലാത്തൊരു കാലാവസ്ഥ. വെള്ളം തണുത്തിയാണ് വരുന്നത്, ബട്ട് കാറ്റ് തണുത്തിയാണ് വരുന്നത്. ചൂടാണ് എടുക്കുന്നത്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ലേയിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ സൺലൈറ്റ് ഭയങ്കര ഹാർഷാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ല. പാറ്റും കഷ്ടപ്പെട്ട് കാണേണ്ടി വരും. നല്ല പ്രഷർ വേരിയേഷൻ ഉണ്ടെന്ന് ചെവി അടയ്ക്കുന്നു. ഇതാണ് മേളിൽ കാണുന്നതാണ് ലേ പാലസ്. നമുക്ക് ആദ്യം റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് അതിനുശേഷം വന്ന് മാർക്കറ്റിൽ പോകുന്നത് എയർടെലിൻ്റെ സിം എടുക്കാൻ വേണ്ടിയിട്ട്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സ്റ്റേ. ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ ബാഗ് എടുക്കട്ടെ. हाँ जी, नाम क्या बोला? अफसल सलीम. कॉन्टैक्ट नंबर दीजिए. 9744. ये है ना, दूसरा सिम लेना पड़ेगा मुझे मार्केट से, क्योंकि सिम नहीं चलता इधर. सिंगल हो सर? സിംഗിൾ. സുഹൃത്തുക്കളെ, ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത്. ഫ്ലോറിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വൈഫൈ ഉണ്ട് ഇവിടെ. ഡിന്നർ മാത്രമേ ഇൻക്ലൂഡ് ഉള്ളൂ. ഇപ്പം നമ്മൾ വെളിയിൽ പോയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യണം. പുള്ളി എൻ്റെ ബാഗ് കൊണ്ട് റൂമിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. ഒക്കെ ഉണ്ടല്ലോ. थैंक यू जी. कुछ भी प्रॉब्लम होगी सर 9 नंबर. 9 ना. अभी पानी चाहिए तो बाहर जाना पड़ेगा या? पानी हाँ, नीचे से मिल जाएगा. नीचे से मिल जाएगा. वाटर बॉटल या नॉर्मल? वाटर बोतल. नीचे आओ, मैं अभी. കാരണം ഇന്ന് മൊത്തം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വള്ളി പറയും. ഇപ്പം തന്നെ ചെറിയൊരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി മൂക്കടപ്പായിരുന്നു. ഇവിടെ വന്നപ്പോൾ മൂക്കടപ്പ് മാറി, പക്ഷേ ശ്വാസം മുട്ടുന്നുണ്ട്. പുള്ളി പറഞ്ഞ പോലെ വെള്ളം കൊണ്ടുവന്നു. ഫുഡ് കഴിച്ചിട്ട് ഡയമോക്സിൻ്റെ ഒരു ടാബ്ലറ്റ് കൂടെ എടുക്കണം. ബാത്റൂമൊക്കെ അത്യാവശ്യം വലുതാണ്. തണുത്ത വെള്ളമാണ് വരുന്നതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ടവലില്ലല്ലോ. ഇതിന് ബാൽക്കണിയൊക്കെ ഉണ്ട്. ഒരു ലോഡ് ഹിമാലയം കിടക്കുന്നു. ഇതേ ഒരു ഹിമാലയം. വെയിലത്തോട്ടിറങ്ങും ചൂട്, അകത്ത് കയറുമ്പോൾ തണുപ്പ്. ഈ വ്യൂവിന് പൈസ വർത്താണ്. ഓരോട് ചോദിക്കുക ആ സിംഗിൾ ഹോസ് ആണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ളം നിന്നോണ്ട് ഞാൻ ക്ഷമിച്ചു. ഇവിടുത്തെ റീഡിങ് കോർണർ. ബുക്സ് എടുത്ത് നമുക്ക് ബാൽക്കണി പോയിരുന്ന് വായിക്കാം. അതിൻ്റെ ബാക്കിയാണ് ഇത്. മഞ്ഞുരുകി വരുന്ന വെള്ളം എവിടുന്നാന്ന് വെച്ചാൽ ഇതിവിടുന്ന്. ഏരിയ ഫുള്ള് ഭയങ്കര സൈലൻ്റ്. ഞാൻ പതുക്കെ സംസാരിച്ചാലും ഉറക്കം കേൾക്കാം. അങ്ങോട്ട് തിരിച്ച് വെച്ചാലും വ്യൂ ആണല്ലോ ഇവിടെ. പശു എൻ്റെ നിരക്ക് വരുന്നു. ഇടത് പിടിച്ചാലും വലുത് പിടിച്ചാലും നടക്കാനാണല്ലോ. ഈ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ നടന്ന് അത്ര എത്തണം. അവിടെയാണ് പാലസ് ഉള്ളത്. സിമ്മ് നമുക്ക് അവിടെ നിന്ന് എടുക്കണം. ആ കാണുന്നതാണല്ലേ മാർക്കറ്റ്.
ഏകാന്തതയുടെ അപാരതീരങ്ങളിൽ മാഷാഅല്ലാഹ് പള്ളിയുണ്ട്. ജുമാ മസ്ജിദ് ലഡാക്ക് ജുമാക്ക് കയറാൻ പറ്റിയില്ല. നടന്നിവിടെ എത്തിയപ്പോഴത്തേക്കും ജുമാ കഴിഞ്ഞു.